ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിക്കണ്ട എക്സാമിന് വരാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഓരോ മൊഡ്യൂളും ഇൻക്ലൂഡ് ആയിക്കൊണ്ടായിരിക്കും ഞാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ 2 മാർക്കിന്, അതേപോലെ 5 മാർക്കിന്, 10 മാർക്കിന് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ്. അത് 3 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഇല്ലത് കേട്ടോ. ഇപ്പോൾ 2 മാർക്കിന് ഇതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 3 മാർക്കിനാണ്. നിങ്ങൾ 3 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും ഇത്രയെങ്കിലും ഉത്തരം നിങ്ങൾ എഴുതണം കേട്ടോ. കാരണം അത് എന്താണെന്നും കൂടി അതിന് എക്സാമ്പിളും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിന് 3 മാർക്ക് കിട്ടും. ഇനി നിങ്ങളോട് അത് 2 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ എഴുതണ്ട, എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ട്രേഡ് ഓഫ്? അതായത് റിസോഴ്സിൻ്റെ ലിമിറ്റഡ് ആയിക്കാണ്ടിൽ ചോയ്സിൻ്റെ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് അപ്പോൾ ട്രേഡ് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്കണോമിക്സിൽ പറയുകയാണ്, മറ്റെന്തെങ്കിലും നേടുന്നതിന് ഒരാൾ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ ട്രേഡ് ഓഫ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കുമല്ലോ. അപ്പോൾ അതിനെയാണ് ഇവിടെ ട്രേഡ് ഓഫ് കൊണ്ട് പറയുക. അപ്പോൾ എക്സാമ്പിൾ എന്താ നോക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ എഡ്യൂക്കേഷന് പുറമെ നമ്മൾ എന്ത് കൂടുതൽ ചിലവാക്കുന്നുണ്ട്, നമ്മൾ മണി ആയിക്കോട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി ചിലവുകളൊക്കെ നമ്മൾ ചിലവാക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരു സാധനം കിട്ടാനും വേണ്ടിയാണ് ആ ചിലവാക്കൽ നമ്മൾ ചിലവഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുക, ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ടൈമൊക്കെ അയാൾ അപ്പോൾ ആ ഒരു വർക്കിലേക്കാണ് അയാൾ ചെയ്യുന്നത്. അത് ആർക്കും വേണ്ടിയാണ്, ഫാമിലിക്കും വേണ്ടി. അപ്പോൾ അങ്ങനെ ഒന്നിനു വേണ്ടി ഒന്ന് ചിലവഴിക്കുന്നതിനെയാണ് ട്രേഡ് ഓഫ് കൊണ്ട് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ലിമിറ്റ്, നമ്മളുടെ ആഗ്രഹം സഫലീകരിക്കാനാണ് നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യുന്നത്. ഇനി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പം 2 ബെസ്റ്റ് ചോയ്സിൽ നിന്ന് നമ്മൾ ഒന്ന് ഒഴിവാക്കി, കാരണം ഒന്ന് എന്തായാലും നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ. അതിൽ എന്താണ് നമ്മൾ ഒഴിവാക്കുന്നത്, അതിനെയാണ് ഇവിടെ അവസര ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നതിന് പകരം അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ നഷ്ടാവല്, ആ ഒരു വരുമാനമാണ് അവിടെ നഷ്ടാവല്. ഇപ്പോൾ നമുക്ക് പൈസ കിട്ടേണ്ട ചാൻസ് നമ്മൾ പൈസ ഒഴിവാക്കിക്കാണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ വേറെ നല്ല കാര്യം ഒഴിവാക്കിക്കാണ്ടാണ് വേറെ നല്ല കാര്യത്തിൽ നിന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അവസര ചെലവ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇൻസെൻറ്റീവ്സ് എന്ന്. അപ്പോൾ പ്രോത്സാഹനങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് അപ്പോൾ ഇൻസെൻറ്റീവ്സ് ആർ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ് ടു മേക്ക് ഡിസിഷൻസ്. അതായത് തീരുമാനങ്ങൾ എടുക്കുവാൻ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെയാണ് പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവും ആവാം അല്ലെങ്കിൽ പോസിറ്റീവും ആവാം. അപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന് നല്ല പൈസ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, അത് ശരിക്കും ഒരു നെഗറ്റീവ് ആയിക്കണം നമുക്ക്. കാരണം നമ്മൾ ഇപ്പോൾ പണിയെടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവാണല്ലേ. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്, സിഗരറ്റിൻ്റെ നികുതി പുകവലി കുറയ്ക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. അതായത് നികുതി കൂട്ടുന്നതനുസരിച്ച് എന്താവും, ആൾക്കാർ ഞാൻ ഇത്ര പൈസ കൊടുത്തുകൊണ്ട് ഇപ്പോൾ സിഗരറ്റ് വലിക്കുക അങ്ങനത്തെ ഒരു ചിന്ത വരുമല്ലോ. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം നൽകുന്നു. അതാണ് പോസിറ്റീവ് ആയിക്കാണ്ടും നെഗറ്റീവ് ആയിക്കാണ്ടും അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താക്കും, ഒരു പേഴ്സണിലെ ഷേപ്പ് ബിഹേവിയറും അതേപോലെ ഇൻഫ്ലുവൻസ് എക്കണോമിക് കംസും ആക്കുമെന്നാണ് പറയുന്നത്. ഇതിനെയാണ് അപ്പോൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മാർക്കറ്റ് ഫെയിലിയർ എന്താ നോക്കാം. അതായത് മാർക്കറ്റിൽ സ്വന്തമായ റിസോഴ്സ് കാര്യക്ഷമമായി ഉപയോഗിക്കാത്ത സാഹചര്യത്തിലാണ് വിപണി പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്, എന്തൊക്കെയാണ് കാരണങ്ങൾ വെച്ചാൽ, ഒന്നെങ്കിൽ ബാഹ്യ ഘടകങ്ങൾ, അതായത് മലിനീകരണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ ഷോപ്പ് നല്ല വൃത്തി ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ പുറത്ത് ഫുള്ള് എന്താണ് വേസ്റ്റും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ആൾക്കാർ അവിടേക്ക് കയറാൻ ആ ഒരു താല്പര്യം അവിടെ കുറയാണ് ചെയ്യല്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് എന്താവുമെന്നാണ് പറയുന്നത്, അപ്പോൾ വിപണി പരാജയം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ മത്സരിക്കുന്ന കാര്യത്തിൽ അഭാവമല്ല ഇലയൊക്കെ സംഭവിക്കുക, വല്ല മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ടൈപ്പിൽ, അതായത് സാധനങ്ങളൊന്നും വല്ലാതെ സാധനങ്ങളൊന്നും ഷോപ്പിലില്ലാത്തൊരവസ്ഥ വരുമ്പോഴും അവിടെ അപ്പം ആ ഒരു ഫെയിലിയർ സംഭവിക്കും.
ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഫിലിപ്സ് കർവ്? ഫിലിപ്സ് കർവ് എന്നാൽ എന്ത്? ആ ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞാൽ 1-2 വർഷത്തേക്ക് അപ്പോൾ ഹ്രസ്വകാലത്തേക്ക് പണപ്പെരുപ്പവും അതേപോലെ തൊഴിലില്ലായ്മയും തമ്മിലുള്ള വിപരീത ബന്ധത്തെ കാണിക്കുന്നതിനാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അതായത് തമ്മിലുള്ള ആ ഒരു വിപരീത ബന്ധമായിരിക്കും. അതായത് പണപ്പെരുപ്പവും അതേപോലെ തൊഴിലില്ലായ്മ. അതായത് ഉയർന്ന പണപ്പെരുപ്പം അതായത് അപ്പോൾ ഇൻഫ്ലേഷൻ ആണെങ്കിൽ അപ്പോൾ താഴ്ന്ന തൊഴിലില്ലായ്മ ആയിരിക്കും. അപ്പം അതിന് അഥവാ താഴ്ന്ന പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഉയർന്ന തൊഴിലില്ലായ്മയായിരിക്കും. അങ്ങനെ വിപരീത ബന്ധമായിരിക്കും. അപ്പോൾ തമ്മിൽ പണപ്പെരുപ്പവും അതേപോലെ തൊഴിലില്ലായ്മ ഉണ്ടാവില്ല. ഇത് കാണിക്കുന്ന കർവിനെയാണ് ഫിലിപ്പ് കർവ് എന്ന് പറയുന്നത്. ഇനി പിന്നെയെന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് അതായത് നാണയപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള വ്യാപാരം എന്താണെന്ന് പറയാൻ. ഇതിനകത്ത് എന്താ നോക്കാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആ ഫിലിപ്സ് കർവ് ചിത്രീകരിക്കുന്ന പണപ്പെരുപ്പവും അതേപോലെ തൊഴിലില്ലായ്മയും തമ്മിലുള്ള വ്യാപാരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് ഹ്രസ്വകാലത്തേക്ക് പണപ്പെരുപ്പവും കുറക്കുന്നത് ഉയർന്ന തൊഴിലില്ലായ്മയിലേക്ക് നയിക്കും. അതേപോലെ തന്നെ അപ്പോൾ തൊഴിലില്ലായ്മ കുറക്കുന്നത് ഉയർന്ന പണപ്പെരുപ്പത്തിന് കാരണമാകും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയൽ അപ്പോൾ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും തൊഴിലവസരങ്ങൾക്ക് ഇതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് അപ്പോൾ ട്രേഡ് ഓഫിൽ ഇത് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ജീവിത നിലവാരം എന്ന് പറയുന്നത് നോക്കാം. അതായത് ഒരു രാജ്യത്തിൻ്റെ ജീവിത നിലവാരം അപ്പോൾ എന്ന് പറയുന്നത് അതിലെ പൗരന്മാരുടെ ഗുഡ്സ് ആൻഡ് സർവീസിലേക്കുള്ള പ്രവേശനവും മൊത്തത്തിലുള്ള ജീവിത നിലവാരവുമാണ്. അപ്പോൾ ഉൽപ്പാദനക്ഷമതയെയും ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാനുള്ള എക്കണോമിയുടെ കഴിവിനെയും ഇത് അപ്പോൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉയർന്ന ഉൽപ്പാദനക്ഷമത ഉയർന്ന വില ലഭിക്കും. അതേപോലെ മെച്ചപ്പെട്ട ചരക്കുകളും പിന്നെ സേവനങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാകുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം അപ്പോൾ കാര്യക്ഷമം ഉൽപ്പാദിപ്പിക്കുന്ന ആയ രാജ്യക്കാരായിരിക്കും എന്താവല് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ളവരാവല്. അല്ലെങ്കിൽ നമുക്ക് കാര്യക്ഷമമായി ഉണ്ടാക്കാത്ത നല്ല മടിയില്ല രാജ്യത്തിലെ ആൾക്കാരെന്താവുക ഓല് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആവോ അല്ല പൂവറിൽ പെട്ട ഒരു രാജ്യമായിക്കാണ്ടായിരിക്കും അവരെ ചിത്രീകരിക്കൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലേസർ ഫെയിലിയർ എന്താ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിനെ ലേസിയർ ഫെയർ എന്നും പറയാറുണ്ട്. അതായത് മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇടപെടലിനെ ബാധിക്കുന്ന ഒരു എക്കണോമിക് തത്വത്തെയാണ് ഇവിടെ ലേസിയർ ഫെയിലിയർ അല്ലെങ്കിൽ ലേസിയർ ഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ഇടപെടലിനെ പലപ്പോഴും അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വളച്ചൊടിക്കുന്നതിനാൽ വിപണികൾ സ്വന്തമായി പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്ന ആശയം ഇത് മുന്നോട്ട് വെക്കുന്നു. അതിനെയാണ് അപ്പോൾ ലേസിയർ ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരു വർക്കിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ ഇപ്പോൾ നമ്മളുടെ മൊത്തത്തിൽ ഉള്ള ഫുൾ ബെനിഫിറ്റിനെയാണ് എന്ത് പറയുക എഫിഷ്യൻസി എന്ന് പറയുക. പക്ഷേ ആ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വാലിറ്റി ആ ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും ആ ഒരു സൊസൈറ്റിയിലില്ല അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ എല്ലാവർക്കും ഈക്വലായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇക്വാലിറ്റി എന്ന് പറയുക. ഈ രണ്ടും കൂടി ചേർന്ന നല്ലൊരു മാർക്കറ്റ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിവിഷൻ ഓഫ് ലേബർ? ഡിവിഷൻ ഓഫ് ലേബർ എന്നാൽ ഒരു വലിയ ജോലി വിവിധ ചെറിയ ജോലികളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ തൊഴിലാളികളുടെയും കഴിവുകളും എഫിഷ്യൻസിയും അനുസരിച്ച് അവർക്കത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് എന്നാൽ അപ്പോൾ സ്വയം താല്പര്യമാണ്. സ്വയം താല്പര്യം എന്നത് ഓരോ വ്യക്തികളും അവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതായി പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സെൽഫ് ഇൻട്രസ്റ്റ് അവൻ്റെ മനസ്സിൽ തന്നെ വരുമെന്നാണ് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ഇൻവിസിബിൾ ഹാൻഡ് അക്കോർഡിംഗ് ടു ആദം സ്മിത്ത്? അതായത്
ഇവിടെ ഇൻവിസിബിൾ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ബയ്യേഴ്സും സെല്ലേഴ്സും ഈ സാധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അവരുടെ രണ്ടാളുടെ ഇടയിൽ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആകെ അവർക്ക് തമ്മിൽ പരസ്പരം അറിയും കൂടിയില്ല. പക്ഷെ അവിടെ അവർ പരസ്പരം കൊടുക്കുന്ന എന്താണ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ്ടല്ലേ. അപ്പോൾ അതിനെയാണ് അവർ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് ആദം സ്മിത്ത് ഇതിനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഡിഫൈൻ പ്രൊഡക്ടിവിറ്റിയാണ്. എന്താണ് പ്രൊഡക്ടിവിറ്റി? അപ്പോൾ ഒരു വ്യക്തി, കമ്പനി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു എക്കണോമി ഒരു നിശ്ചിത സമയം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന റിസോഴ്സുകളുടെ എഫിഷ്യൻസിയാണ് ഇവിടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ ഔട്ട്പുട്ട് കുറച്ച് ഇൻപുട്ടുമാണ് ഉള്ളത്. ഇനി നമുക്ക് വാട്ട് ആർ ദ സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് എന്താ നോക്കാം. അപ്പം സോഷ്യൽ സേഫ്റ്റി നെറ്റുകൾ അഥവാ സാമൂഹ്യ സുരക്ഷാ ഉപായങ്ങൾ മനുഷ്യരെ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിൽ നഷ്ടം, രോഗം മുതലായ സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകുന്ന സർക്കാർ പദ്ധതികളെയാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പെൻഷനുകൾ, തൊഴിലില്ലായ്മ ഫണ്ടുകൾ, ആരോഗ്യ പരിരക്ഷ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇനി വാട്ട് ഈസ് ഇൻഫ്ലേഷൻ നോക്കാം. ഇൻഫ്ലേഷൻ എന്നത് ഒരു എക്കണോമിയിൽ സാധാരണ ഉപഭോക്തൃ വസ്തുക്കളുടെ വിലകൾ ഉയരുന്ന പ്രക്രിയയാണ് അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിസിനസ് സൈക്കിളുകൾ എന്താ നോക്കാം. ബിസിനസ് സൈക്കിൾ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ഉയർച്ചയും താഴ്ചയുമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് സക്സസ്സും ആവാം അല്ലെങ്കിൽ ഫെയിലിയറും ആവാം. അതായത് നമുക്ക് ചിലപ്പോൾ വരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ വരുമാനം ഇല്ലാതെ ഇരിക്കാം. അപ്പോൾ ഇതിനെയാണ് ബിസിനസ് സൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്യണം. ചിലപ്പോൾ ഇതും ചാൻസ് ഉണ്ട് ചോദിക്കാൻ കേട്ടോ. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയില്ല 10 ടോപ്പിക്ക് തന്നെ കേട്ടോ. അതിൽ ഓരോന്നും ഓരോ ടോപ്പിക്ക് വെച്ച് കണ്ട് ചോദിക്കാൻ വളരെ കൂടുതലാണ് കേട്ടോ. ഇനി ഞാൻ ഇതൊന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞു തരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ നല്ല എക്സ്പ്ലനേഷൻ ആയിക്കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ പീപ്പിൾ ഫേസ് ട്രേഡ് ഓഫിൽ നമ്മൾ ആദ്യം അത് എന്താണെന്ന് കൊടുക്കുക. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ, എല്ലാത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ വീഡിയോ ചെയ്തിരിക്കണം. അതെന്തായാലും നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ മസ്റ്റ് ആയിക്കണ്ട് കൊടുക്കണം. എന്നാലേ ആ നോക്കുന്ന ആൾക്കാർക്ക് ഈ കുട്ടിക്ക് ഇതിനെന്തെങ്കിലും അറിയുമെന്ന് മനസ്സിലാവല്ലോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. പിന്നെ അതിൽ നോക്കേണ്ട ടോപ്പിക് എന്ന് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി. അതിൽ എന്തായാലും ചേർക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് ദ കോസ്റ്റ് ഓഫ് സംതിങ് ഈസ് വാട്ട് യു ഗീവ്. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെ എന്താന്ന് പറയാം. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളും കൊടുക്കുക. അത് കഴിഞ്ഞാണ്ട് നമ്മൾ എഴുതേണ്ട ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ തന്നെ അതെന്താന്ന് പറയാം. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും. അപ്പം പിന്നെ ഈ മൂന്നാമത്തെ റേഷണൽ പീപ്പിൾ തിങ്ക് ഇറ്റിൻ്റെ മാർജിനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ ഡൈനാമിക് പാരഡോക്സ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ അതിൽ. പിന്നെ നാലാമത്തെ വല്ലാതെ ആഡ് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ കാര്യം കൊടുക്കുക. പിന്നെ അതിന് എക്സാമ്പിൾ കൊടുത്താൽ മതി. അഞ്ചാമത്തും അങ്ങനെ തന്നെ. പിന്നെ ആറാമത്തെ നിങ്ങൾ നല്ല നോക്കണം കേട്ടോ. അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അതായത് ഇപ്പോൾ മാർക്കറ്റിനെ പറ്റിയാണ് ഫസ്റ്റ് പറയേണ്ടത്. പിന്നെ അതേപോലെ ഇൻവിസിബിൾ ഹാൻഡ്, പിന്നെ പ്രൈസ് മെക്കാനിസത്തിനൊക്കെ പറ്റി പറയാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നോക്കാനില്ല. ഓരോ പോയിന്റ് ആയിക്കാണ് നോക്കാനുള്ളതുണ്ട്. പിന്നെ അതേപോലെ ഇൻവിസിബിൾ ഹാൻഡ്, പിന്നെ പ്രൈസ് മെക്കാനിസം ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് 3 മാർക്കിന് 2 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഇല്ല ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതുകൊണ്ട് ആറാമത്തെ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നല്ല നോക്കണം. ഇനി നമുക്ക് ഏഴാമത്തിൽ എന്തൊക്കെയല്ലേ നോക്കാം. ഏഴാമത്തിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫെയിലിയർ, പിന്നെ അതേപോലെ എക്സ്റ്റേണാലിറ്റി, മാർക്കറ്റ് പവർ എന്നീ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഇനി എട്ടാമത്തെ ടോപ്പിക്കിൽ നോക്കാനുള്ളത് അപ്പോൾ ആദ്യം ഇതേപോലെ തന്നെ അതെന്താണെന്ന് പറയാം. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ടത് പ്രൊഡക്ടിവിറ്റിനെ പറ്റി എന്തായാലും അതിൽ ആഡ് ചെയ്യണം കേട്ടോ. 5 മാർക്കിന് ചോദിച്ചാണെങ്കിൽ. പിന്നെ 9ാമത്തെ ടോപ്പിക്കിൽ അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ അതെന്താണെന്ന് പറയാം. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. പിന്നെ അതിൽ ഇൻഫ്ലനേഷൻ, അതായത് പണപ്പെരുപ്പത്തിനെ പറ്റിയും അതിലെന്താണെന്നൊക്കെ പറയണം. പിന്നെ തൊഴിലില്ലായ്മയും അതിൽ പറഞ്ഞ പ്രശ്നമില്ല. തൊഴിലില്ലായ്മയെ പറ്റിയും അതിൽ പറയാം. പിന്നെ 10ാമത്തിലാണ് ഇതേപോലെ വിശദീകരിച്ചാണ്ട് അപ്പം കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എഴുതുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. പിന്നെ ഫിലിപ്സ് കർവ് അതിൽ ആഡ് ചെയ്യണം കേട്ടോ. ആ ഒരു ടോപ്പിക്ക് 10ാമത്തിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടതായിക്കാണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ 5 മാർക്കിനനുസരിച്ചാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ നോട്ട് നിങ്ങൾക്ക് പക്ക അയക്കണം എക്സാമിന് എഴുതാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്തായാലും
ഒരു പേജ് എന്തായാലും 5 മാർക്കിന് നിങ്ങളോട് ചോദിക്കണം. ഒരു പേജ് എന്തായാലും എഴുതണം കേട്ടോ. പക്ഷെ ആ ഒരു പേജ് എന്ന് പറയുമ്പോൾ പേജ് കണക്ക് എന്ന് പറഞ്ഞാലും നിങ്ങൾ എഴുതുന്ന ആ ഒരു കണ്ടന്റ് അനുസരിച്ചാണ് എടുക്കും ആ ഒരു മാർക്ക് എന്ന് പറയണത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് അതേപോലെ തന്നെ എഴുതി വെക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇനി നമുക്ക് 10 മാർക്കിൻ്റെ നോക്കാം. 10 മാർക്കിൻ്റെയും ആ ഒരു പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളത് ഈ ഒരു മൊഡ്യൂളിന് കേട്ടോ. അപ്പോൾ ആ 10 മാർക്കിന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ടോപ്പിക് എല്ലാം കൂടി അടുക്കി ഒരു ടോപ്പിക്കിൽ തന്നെ എഴുതി വെക്കരുത് കേട്ടോ. നിങ്ങൾ വേറെ ഒരു ടോപ്പിക്ക് 2-3 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. കാരണം 10 ടോപ്പിക്കാണ് ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സിൽ വരുന്നത്. അതുകൊണ്ട് വെറും ഏറിയ ഒരു 3 പോയിന്റ് മാത്രം അതെന്താണെന്നോ അതിൻ്റെ എക്സാമ്പിളും കൊടുത്തുകാണ്ട് 3 പോയിന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. കാരണം ഒരുപാട് വലിച്ചു നീട്ടിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും എഴുതാൻ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് അത്ര ശ്രദ്ധിക്കണം. ബാക്കി 5 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ ഒരു ടോപ്പിക്ക് നല്ല ഡീറ്റെയിൽ ആയിക്കാണ്ട് എഴുതിക്കോളി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ നോക്കാം കേട്ടോ. അപ്പോൾ തിങ്കിങ് ലൈക്ക് ഇൻ എക്കണോമിക്സ് എന്ന ചാപ്റ്ററാണ് ഇനി നോക്കുന്നത്. അപ്പം അതിൻ്റെ ഷോർട്ട് ആൻസർ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ദ എക്കണോമിസ്റ്റ്? ആരാണ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? അതായത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ പഠിക്കുന്ന ഒരു പ്രൊഫഷണൽ ആണ് അപ്പോൾ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവണതകൾ മനസ്സിലാക്കുന്നതിനും സാമ്പത്തിക ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നയങ്ങൾ വികസിപ്പിക്കുന്നതിനും അവർ ഡാറ്റ വിശകലനം ചെയ്യുന്നവരാണ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എക്കണോമിസ്റ്റ് ആക്ട്സ് ആസ് എ സയൻറ്റിസ്റ്റ്. അപ്പം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരു ശാസ്ത്രജ്ഞനായി പ്രവർത്തിക്കുന്നുണ്ടോ? അതെ. കാരണം അനുമാനങ്ങൾ പരീക്ഷിക്കുന്നതിനും സാമ്പത്തിക സ്വഭാവത്തെക്കുറിച്ച് പ്രവചനം നടത്തുന്നതിനും അനുഭവപരമായ ഡാറ്റ, സിദ്ധാന്തങ്ങൾ അതായത് തിയറികൾ, മാതൃകകൾ, മോഡലുകൾ എന്നിവ ഉപയോഗിച്ച് സാമ്പത്തിക വിദഗ്ധർ ശാസ്ത്രജ്ഞരായി പ്രവർത്തിക്കുന്നു. ഇനി മൂന്നാമത്തെ അസംഷൻസ് എന്താ നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ എക്കണോമിക്സിലെ അനുമാനങ്ങൾ സങ്കീർണമായ സാമ്പത്തിക പ്രതിസന്ധികളെ മാതൃകകളാക്കാൻ ഉപയോഗിക്കുന്ന ലളിതവൽക്കരിച്ച പരിസരങ്ങളാണ് ഇവിടെ അനുമാനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ എക്കണോമിക്സ് മോഡൽ? എന്താണ് സാമ്പത്തിക മാതൃകകൾ? വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാനും വ്യത്യസ്ത സാഹചര്യങ്ങളുടെ ഫലങ്ങൾ പ്രവചിക്കാനും സഹായിക്കുന്ന സാമ്പത്തിക പ്രക്രിയയുടെ ലളിതമായ പ്രതിനിധികളെയാണ് ഇവിടെ എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് PPC കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കർവ് എന്താ നോക്കാം. ഒരു എക്കണോമിക്ക് അതിൻ്റെ റിസോഴ്സിൻ്റെ സാങ്കേതിക വിദ്യയും നൽകി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പരമാവധി ഔട്ട്പുട്ട് കോമ്പിനേഷനുകൾ PPC കാണിച്ചു തരുന്നു. അപ്പം പിന്നെ അതേപോലെ അവസര ചെലവും അപ്പം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് PPC കർവ് എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? മൈക്രോ എക്കണോമിക്സ് ഉപഭോക്താക്കളുടെ സ്ഥാപനങ്ങളുടെയും വ്യക്തിഗത വിപണികളുടെയും ആ ഒരു സംഭവത്തിനാണ്. അതായത് ചെറിയ ഭാഗങ്ങൾ മാത്രം എക്കണോമിയിൽ ചെറിയ ഭാഗങ്ങൾ മാത്രം നോക്കുന്നതിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എക്കണോമിയെ പരിശോധിക്കുന്നു. അതേപോലെ GDP, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ എന്നിവയൊക്കെ ഉൾപ്പെട്ട് നോക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗം, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഐക്കണിലെ എക്കണോമിയെ നോക്കുന്നതുമാണ്. ഇനി വൈ എക്കണോമിക്സ് ഡിസഗ്രീസ്? അപ്പം എന്തുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിനിയോഗിക്കുന്നത് നോക്കാം. അതായത് ഡിഫറെൻ്റ് അസംഷൻസ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, തിയറിറ്റിക്കൽ അപ്രോച്ചസ് അല്ലെങ്കിൽ വാല്യുബിൾ റിഗാർഡിംഗ് പോളിസി ഗോൾസ് എന്നീ കാരണങ്ങളാലാണ് അപ്പം എക്കണോമിസ്റ്റുകൾ വിനിയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി ഒമ്പതാമത്തെ, എന്താണ് പോളിസി അഡ്വൈസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതായത് ഒരു കാര്യങ്ങൾക്ക് ഉപഭോക്താവ് ശുപാർശകൾ നൽകുന്ന ഒരു വ്യക്തിനെയാണ്. അതെന്തിനൊക്കെയാണ്? സാമ്പത്തിക വളർച്ചയോ കുറഞ്ഞ തൊഴിലില്ലായ്മ പോലുള്ള ആവശ്യമുള്ള പ്രശ്നങ്ങൾക്ക് നേടാൻ സഹായിക്കുന്ന സാമ്പത്തിക അപ്പോൾ എക്സ്പ്ലനേഷൻ അടിസ്ഥാനമാക്കി സർക്കാരുകൾക്കോ ഓർഗനൈസുകൾക്കോ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തിയെയാണ് ഇവിടെ പോളിസി അഡ്വൈസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇനി എന്താണ് സർക്കുലർ ഫ്ലോ എന്ന് നോക്കാം. ഒരു എക്കണോമിയിലെ പണം, അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നിവയുടെ ചലനത്തെ സർക്കുലർ ഫ്ലോ മോഡൽ ചിത്രീകരിക്കുന്നത്. പിന്നെ അതുപോലെന്നെ ഗുഡ്സ്, ലേബർ, ക്യാപിറ്റൽ എന്നിവയ്ക്കായുള്ള മാർക്കറ്റിലെ ഹൗസ് ഹോൾഡ്സ്, അതേപോലെ ഫാംസ് എങ്ങനെ ഇടപഴകുന്നുവെന്നും ആ ഒരു സർക്കുലർ ഫ്ലോയിൽ കാണിക്കുന്നുണ്ട്. ഇവയെല്ലാം ചിത്രീകരിക്കുന്നതിനാണ് സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് വാട്ട് ഈസ് എ ഹൈപ്പോത്തിസിസ് എന്ന് നോക്കാം. ഒരു സിദ്ധാന്തം, ഒരു പരീക്ഷണാത്മകമായ പ്രസ്താവനയാണ് ഇവിടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതൊരു കൃത്യമായി കണക്കാവില്ല. അത് നമ്മുടെ ഒരു ഒരു പ്രഡിക്ഷൻ ആണ് ഇവിടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സയന്റിഫിക് മെത്തേഡ് എന്താ നോക്കാം. അതായത് ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കൽ, ഒരു ഡാറ്റ ശേഖരിക്കൽ, അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് പരീക്ഷിക്കൽ, അല്ലെങ്കിൽ അസംഷനിൽ എത്തിച്ചേരുന്നതിനുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിദ്ധാന്തങ്ങൾ പരിശീലിക്കൽ എന്നിവ സാമ്പത്തിക ശാസ്ത്രത്തിലെ രീതികളിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്ര കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്താണ് എക്കണോമിക്സിലെ ഇക്വേഷൻസ് നോക്കാം. രണ്ടോ അതിലധികമോ സാമ്പത്തിക വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു ഗണിത ഫലപ്രയോഗമാണ് എക്കണോമിക്സിലെ സമവാക്യം എന്ന് പറയുന്നത്. ഉദാഹരണത്തിൽ ഡിമാൻഡിനുള്ള സമവാക്യം എന്ന് പറയുന്നത് പി ക്യു ഡി ഈക്വൽ എ മൈനസ് ബി പി ആണ്. ആവശ്യപ്പെടുന്ന അളവ് ക്യു ഡി ആണ്. വിലയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ആണ്. സാമ്പത്തിക വിദഗ്ധരെ മാതൃകയാക്കാനും സാമ്പത്തിക സ്വഭാവങ്ങളെയും ബന്ധങ്ങളെയും വിശകലനം ചെയ്യാനും സമവാക്യങ്ങൾ സഹായിക്കുകയാണ് എക്കണോമിക്സിൽ ചെയ്യുന്നത്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിക്കാണ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തത് എന്തായാലും നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും. എക്സാമിന് നിങ്ങൾ പെട്ടെന്ന് എടുത്ത് നോക്കിക്കാണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ട് ഇത് എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞു പോകണല്ലോ. ബാക്കിയൊക്കെ നിങ്ങൾ ആ വീഡിയോ നോക്കൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആസ് എ സയൻറ്റിസ്റ്റ്. എന്തുകൊണ്ടാണ് എക്കണോമിക്സ് സയൻറ്റിസ്റ്റ് എന്ന് പറയാൻ കാരണം അത് നിങ്ങൾ വിശദീകരിച്ച് ഞാൻ വീഡിയോ ചെയ്താൽ നോക്കണം. ദ റോൾ ഓഫ് അസംഷൻസ് ആണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഫോർ ട്യൂൺ, അല്ലെങ്കിൽ PPC എന്താണെന്ന്. സർക്കുലർ ഫ്ലോ ഇത് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് അടുക്കി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് 3 മാർക്കിനും ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിനും ചോദിക്കാം. അതിനനുസരിച്ച് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ആറാമത്തെ എക്കണോമിക്സ് ആസ് എ പോളിസി അഡ്വൈസർ. ഇത് ഞാൻ 3 മാർക്കിനും ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി നിങ്ങൾ വീഡിയോ നോക്കേണ്ടതാണ്. പിന്നെ ഏഴാമത്തെ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് അനലൈസിസ് ആണ്. എട്ടാമത്തെ വൈ എക്കണോമിക്സ് അഡ്വൈസ് ഈസ് നോട്ട് ഓൾവേസ് ഫോളോവിഡ്. ഒമ്പതാമത്തെ വൈ ദ എക്കണോമിക്സ് ഡിസഗ്രി. ഈ 9 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിക്കാണ്ട് രണ്ടാമത്തെ മൊഡ്യൂൾ വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഇനി 10 മാർക്കിൻ്റെ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ് എക്കണോമിക്സ് അനലൈസ് ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ വൈ എക്കണോമിക്സ് ഡിസഗ്രി. പിന്നെ മൂന്നാമത്തെ വൈ എക്കണോമിക്സ് അഡ്വൈസ് ഈസ് നോട്ട് ഓൾവേസ് ഫോളോവിഡ്. പിന്നെ നാലാമത്തെ സർക്കുലർ ഫ്ലോ ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 10 മാർക്കിന് വരാൻ ചാൻസ് ഉള്ളത്. അത് രണ്ടാമത്തെ മൊഡ്യൂളിൽ.